അപ്പൊ കണ്ടില്ല എന്ന് വിളവെടുത്തത്. മാഷാ അല്ലാ, എത്രയാ കിട്ടിയത്. ഇങ്ങനെയുള്ള ഈ പാൽച്ചേമ്പ് ഒരു കിലോ നിങ്ങൾ കടയിൽ നിന്ന് ചോദിച്ചു നോക്കി, 80 രൂപയുണ്ട് പോലും. ഇതിപ്പോ എത്ര ഉണ്ട് തൂക്കാം, നല്ല വെയിറ്റ് ഉണ്ട്. ഹൈ കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോ എവിടെ നിൽക്കുന്നതെന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്ത് ചെയ്യാനാ പോകുന്നതെന്നുള്ളതില്ലേ. ഞാൻ ഇന്ന് ഒരു വിളവെടുപ്പ് എനിക്ക് നിങ്ങളെ കാണിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അതുപോലെ തന്നെ വിളവെടുപ്പ് എൻ്റെത് കാണാൻ കുറേ പേർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം എന്നോട്. അപ്പം ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കൂ. എന്തിനാ അങ്ങനെ കാണിക്കുന്നതെന്ന് അറിയോ? വിളവെടുപ്പ് കണ്ടാൽ പ്രചോദന. അങ്ങനൊക്കെ നട്ടാ ഉണ്ടാവൂലേ, ലേഡീസ് നട്ടാലും ഉണ്ടാവൂലേ എന്നൊക്കെ തോന്നുമല്ലോ. ഒരാൾക്ക് തോന്നി കിട്ടിയാൽ മതി. എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പം ഞാൻ ഫസ്റ്റിൽ ഇതിന് പറയലെന്താണെന്നറിയോ? ഇവിടെ പറയുന്ന പേരെന്താ അറിയോ? പാൽച്ചേമ്പ്. ഞാൻ ചെറുപ്പത്തിൽ പറഞ്ഞ പേരെന്താ അറിയോ? പിരാത്തിച്ചേമ്പ്. അപ്പം ഞാൻ ഇവിടെ വന്ന ഇവിടുത്തെ വേറെ ഭാഷ അങ്ങോട്ട്, പിന്നെ ഞാൻ ഇവിടുത്തെ ആളായല്ലോ. അങ്ങനെ വയനാട്ടുകാർക്ക് പാൽച്ചേമ്പ്, ആ പാൽച്ചേമ്പാണ് ഞാനിപ്പോൾ വിളവെടുക്കാൻ പോണ്. ഇത് കണ്ടിട്ട് മൂപ്പെത്തീനില്ലേ. ആദ്യം തന്നെ ഈ തണ്ടൊക്കെ തോരൻ വെക്കൂ, നല്ല ടേസ്റ്റാ. പിന്നെ എനിക്കിഷ്ടം പോലെ തോരൻ വെക്കാനുണ്ടല്ലോ. എനിക്ക് തന്നെയല്ലേ പണി, പലതും പിടിപ്പിക്കല്. ചീര തന്നെ ഉണ്ട് പലതരം. അപ്പം ഞാൻ ഇതൊക്കെ അങ്ങോട്ട് വെട്ടിയിട്ടാണ് നല്ലത് വിളവെടുക്കാൻ. അപ്പം നമ്മളങ്ങ് കാണാണ്ടങ്ങ് വിളവെടുക്കുക. തക്കാളി, ബീൻസ്, പയറൊക്കെ കണ്ടുകൊണ്ട് വിളവെടുക്കുക, കണ്ട് എന്ന് ഉറപ്പിക്കുക. ഞാൻ കൊത്തി വെക്കട്ടെ, നല്ലൊന്ന് വൃത്തിയാക്കണം. അമ്മയും കുഞ്ഞാണ് ആദ്യം കൊത്തിയെടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഗുഹ കാണുന്നേ പേടിയാ. ഇതിന് വന്ന പെരിച്ചായി. ഇവിടെ വലിയ ഗുഹയൊക്കെ ഉണ്ട്. എന്താ ഒന്നിങ്ങനെ പൊന്തി നിൽക്കുന്നു. ഒന്ന് കിട്ടി. ഞാൻ ഒന്ന് വാഴൻ്റെ ഇലയിൽ വെക്കട്ടോ. ഞാൻ കൂർക്ക വിളവെടുക്കുമ്പോൾ ഞാൻ കൂക്കുന്നതിനെ പറ്റി കളിയാക്കി ഒരാൾ എഴുതി. പിന്നെ കൂർക്കല്ല, ഞാൻ ഇത് ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഞാൻ പറഞ്ഞ് രണ്ടാമത് വിളവെടുക്കുമ്പോൾ എന്നോട് അറിയാണ്ട് കൂക്കിപ്പോ കിട്ടും. അപ്പം പിന്നെ കമൻറ്റിൽ ഞാൻ കണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് കൂക്കിയൊളിയുന്നു. കാരണം നമ്മൾ നട്ടുണ്ടാക്കി വിളവെടുക്കുകയല്ലേ. ആ വിളവെടുക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമല്ലേ. ഞാൻ കൂക്കുമ്പോലെ കുറേ പേര് കൂക്കുന്നുണ്ടോ അല്ലേ. എനിക്കത് ഇഷ്ടമായി. ഒന്ന് കിട്ടിയിട്ടോ, നോക്കട്ടെ. നിങ്ങൾ നോക്കട്ടെ. ഇത് ഡ്രസ്സിലാകുന്നൊരു പേടിയില്ല. പൊട്ടിപ്പോയി കേട്ടോ. ഇതിന് വേഗം പൊട്ടു. കൈ കൊണ്ട് എന്തെങ്കിലും പാമ്പോ ഉണ്ടെങ്കിൽ ഒന്ന് കിട്ടീന്. കുട്ടി തന്നെ, കുട്ടിക്കൊന്നുമില്ല. ഞാൻ തള്ളനെ നോക്കാം. ആ കുട്ടിക്ക് ഒന്ന് മാത്രമേ കിട്ടിയുള്ളൂ. ഇനി തള്ളൻ്റെ നോക്കട്ടെ. വരുന്നുണ്ട്. ധൈര്യമുണ്ട്. പൊട്ടുന്നുണ്ട്. പൊട്ടുക. ഒന്ന് കിട്ടിയോ നട്ടിതാ. രണ്ട് കൂക്കി പോന്ന്. ഉണ്ട്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. കൊട്ടിയത് തിന്നത് പേടിയ. കൈ പൊട്ടിപ്പോയി. പൊട്ടിയതാണ് 3. നോക്കട്ടെ. എനിക്കൊരു 20 എണ്ണമൊക്കെ വിളവെടുത്ത് ശീലമുള്ള ആളാ ഞാൻ. ഇത് നോക്കട്ടെ. കണ്ണിൽ തെറിക്കുന്നു. മൊത്തം പൊട്ടി. നോക്കട്ടെ. ഇതിൽ നിറയെ പൊട്ടിയതും തിന്നതും ഒക്കെ ഉണ്ട്. ഇതിന് കുറെ കണ്ടല്ലോ ഞാൻ. സന്തോഷം കൊണ്ട് ഒക്കെ പൊട്ടിയതാ. 5
ആ വെയിറ്റ് എന്തോ ഒരു ഇവിടെ ഒന്ന് പൊന്തിച്ചപ്പോ ഒന്ന് എന്താ ഇവിടെ വേറൊന്ന് അമ്മോ ഞാൻ തന്നെ തളർന്ന്. ഇത് ഉണ്ടാവേണ്ടതാണല്ലോ. അതാ എന്താ ഒക്കെ ഇങ്ങോട്ട് വന്ന് 5 കൈ അതാ ഇതാ ഇതാ 6 6 9 തെറ്റിപ്പോയി. രണ്ടാമത് എന്താ ഇതാ എന്നോട് എന്നെ കൈക്കോട്ട് കൊണ്ടുപോവുക കേട്ടോ. ഇതൊക്കെ ഇത് ഇതിൻ്റെ ബാക്കി എടുക്കട്ടെ. ഇതൊക്കെ പൊട്ടീനല്ലോ. ആ പൊട്ടിയതൊക്കെ എവിടെ പോയി? ഓ ഞാൻ കുറച്ചുകൂടി കഴിയട്ടെ, തളർന്നു പോയി. ഓ കുറേ എഴുന്നേറ്റ് നിന്ന് ആവുരം മടുത്തു പോയി നൈറ്റ്. എന്താ ഞാൻ പറഞ്ഞില്ല പൊട്ടീന്നുള്ളത്, ഇതാ പൊട്ടിപ്പോയതാ അതൊക്കെ. ആ പൊട്ടിയത് ഇനിയും കിട്ടിയില്ല കേട്ടോ, ആ പൊട്ടിയത് ഇനിയും കിട്ടിയില്ല. ഇതാ എന്താ ഇതല്ലല്ലോ. എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളിയായി കിട്ടീന്. എന്താ ഓ എൻ്റെ അമ്മോ. ആ കുട്ടിൻ്റെ ഒന്നുമില്ലായിരുന്നു, തള്ളൻ്റെ ചുറ്റും തന്നെ ഉണ്ടായുള്ളത്. ഞാനൊന്ന് എണ്ണി കാണിച്ചു തരാം എനിക്ക് കിട്ടിയത്. ഈ ഒരൊറ്റ തണ്ടുമലാണ് ഇതൊക്കെ ഈ കണ്ടെത്തും വന്നത് ഉണ്ടതാ. 1 2 ഇതൊക്കെ പൊട്ടി വീണുപോയി. എന്താ ഇവിടെ ഒക്കെ അതാ പൊട്ടി വീണ്. ഇവിടെ ഇതൊക്കെ അതാ ഒന്നുകൂടി ഇമലുണ്ട്. എന്നാലും തിരക്കേടില്ലാതെ കിട്ടിയിട്ടോ. ഞാൻ കാണിച്ചു തരാം കിട്ടിയത് കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ ഇലയിൽ തന്നെ ഇട്ടതാ. ഓ ഇതൊന്ന് കിട്ടൂല. എന്താ ഞാൻ എണ്ണിത്തരാം. വലിയ ഒരുക്കത്തിലാ വന്ന് കത്തി കൈക്കോട്ട് പാരെടുക്കാന്ന് ഭാഗ്യം. അത്ര ഒരുക്ക, എന്നാലും കിട്ടി കുഴപ്പമില്ലാതെ. 1 2 3 4 5 6 7 8 9 10. ഇതിനൊക്കെ നമുക്ക് 11 എണ്ണ. അതിനൊക്കെ ഈ ചെറുതിനൊക്കെ ഒന്നും എണ്ണാൻ മാത്രമല്ല. 13 14 ഉണ്ട്. കുഴപ്പമില്ലാണ്ട് കിട്ടീന്. അങ്ങനൊന്നും മോശം പറഞ്ഞുകൂടാ. എന്താ കുറേ അവിടെ തയ്യൻ്റെ അടിയിൽ. ഇതാ ഇത്രയും കിട്ടി അൽഹംദുലില്ലാ. ഒന്നല്ല ഇപ്പം ഈ കിട്ടിയത്. എന്താ ചെരുപ്പ്, ഈ ചെരുപ്പ് ഇട്ടങ്ങ് പോയാൽ ഇത് ഞാൻ പാമ്പ് ഷൂ എന്നാ പറയല്. ഈ ഷൂ ഇട്ടങ്ങ് തോട്ടത്ത് പോയാൽ പേടിക്കേ വേണ്ട, കയ്യിൽ കൊതുക് അടിക്കൂല, നല്ല സൂപ്പറാ. ഇപ്പൊ നമ്മള് ആരെങ്കിലും ഒക്കെ പറമ്പിൽ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഷൂ വാങ്ങുക, തോട്ടത്തിൽ അങ്ങ് ഇറങ്ങുക. ഒരു ദിവസം 1 മണിക്കൂർ മതി. ഞാൻ അങ്ങനെ പണിയെടുത്തിട്ട് എനിക്ക് കിട്ടിയ ചേമ്പ് കണ്ടില്ലേ, അടിപൊളിയല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ, പാൽച്ചേമ്പ് വിളവെടുപ്പ് വീഡിയോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.